ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? ചൈനീസ് ഫുഡിൽ നമ്മൾ മലയാളികൾ ആദ്യം കഴിച്ച് തുടങ്ങിയതല്ലേ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മിക്കവരുടെയും നല്ല ഫേവറേറ്റ് ഫുഡ് തന്നെയാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് ഗ്രീൻ പോർഷന്, പിന്നെ കുറച്ച് സോയാബീന് നമ്മൾ കുതിർത്തി വെച്ച് കിട്ടാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ചിക്കന് വേവിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില ഉണ്ട്, കുറച്ച് മുട്ടയുണ്ട്, പിന്നെ ഞാൻ 1 കിലോ ബസ്മതി റൈസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകി ഒരു ഹാഫ് അവർ കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഞാൻ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ആ സെയിം പോട്ടിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾ എപ്പോഴും ഇങ്ങനെ ബട്ടറിൽ വേണം ചെയ്തെടുക്കാൻ, എങ്കിലേ നമുക്ക് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തതും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു കേട്ടോ. അതേപോലെ ഫ്രൈഡ് റൈസിൽ നമ്മൾ വെജിറ്റബിൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്തെടുക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ബീൻസ് ഒന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്, അതുപോലെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ വെജിറ്റബിളിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് നഷ്ടപ്പെടുത്താണ്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കട്ടോ, എന്നാലേ ഫ്രൈഡ് റൈസിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സോയാബീനും ബാക്കി വന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ എടുക്കാൻ കട്ടായിപ്പോയി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ലേ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേട്ടോ. ഞാനിതിപ്പോൾ കുക്കറിൽ ഒരു 2 വിസിലിട്ട് അടിച്ച് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടെ തന്നെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത്, ബ്രൊക്കോളി ഉണ്ടെങ്കിൽ, കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ എരിവിനൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണ് സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് വെച്ച് നമ്മൾ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പോർഷനില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നല്ലോണം കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം നിങ്ങൾ എന്തായാലും നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ എന്താക്കും, സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ വെജിറ്റബിളിൻ്റെ ആ ക്രിസ്പ്നെസ് നഷ്ടപ്പെടുത്താണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിളിൻ്റെ പരിപാടി കഴിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിർത്തി വെച്ച അരിയില്ല ഒരു ഹാഫ് അവർ, എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഊറ്റിയെടുത്ത് മീൻസ് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് നമ്മൾ ഒരു 3/4 വേവ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ടത് ഊറ്റി മാറ്റി വെക്കും.
ഇനി ഫ്രൈഡ് റൈസ് നമുക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ട എളുപ്പത്തിൽ എന്താക്കുക, നമുക്കൊന്ന് സാധാരണ ഒന്ന് ദമ്മൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് മസാല ഇട്ടെടുക്കുക. ആദ്യം അടിയിൽ മസാല ഇട്ടെടുക്കുക, പിന്നെ റൈസ് ഇട്ടെടുക്കുക, പിന്നെ നമ്മൾ വെജിറ്റബിൾ മസാല ഇട്ടെടുക്കുക, റൈസ് ഇട്ടെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം അടിയിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും മസാലയാക്കി പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈസ് ഇട്ട് അതിൻ്റെ മുകളിൽ മസാല മാത്രം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആയി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സോയ സോസും കൂടി ചേർത്തെടുക്കുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ എന്താക്കുക, മിക്സ് ചെയ്തെടുക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കളറും. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കളർ എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു വൈറ്റ് കളർ, അങ്ങനെയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നല്ലേ. അപ്പോൾ ആ കളർ ചേഞ്ച് ആയി പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോയ സോസ് ചേർക്കുന്നതിന് അളവ് കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താക്കുക, നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോയ സോസ് ഒരുപാട് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റും മാറും, അതേപോലെ തന്നെ കളറും മാറും കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നും കൂടി ഞാൻ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കുറച്ച് ചില്ലി ചിക്കനും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പം ചില്ലി ചിക്കൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയിട്ട് കാണാം കേട്ടോ. ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ. അപ്പോൾ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കൂടെ ചില്ലി ചിക്കനും കൂടി ഉണ്ടാക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്